RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മുതുകാടിനെയും മുതുകാടിൻ്റെ DICക്കുമെതിരെ ധാരാളം വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ വിവിധ ചാനലുകാർ ചെയ്യുന്നുണ്ടായിരുന്നു. RR ടോക്സും കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനത്തിനെതിരെയും മുതുകാടിനെതിരെയും ഉയർന്നു വന്നിട്ടുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ എന്ന ആരോപണം തന്നെയാണ്. അവിടുത്തെ മാതാപിതാക്കളും ഷിഹാബിനെ പോലെയുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആൾക്കാരും തെളിവടക്കം വന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. തുടക്കത്തിൽ ഇതിനൊന്നും വേണ്ടത്ര പരിഗണന സമൂഹം നൽകിയിരുന്നില്ല. വളരെ മോശമായ കമൻറ്റുകളായിരുന്നു ആദ്യകാല വീഡിയോയ്ക്ക് RR ടോക്സിന് ലഭിച്ചിരുന്നത്. എന്നാൽ പെയ്യെ സമൂഹം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. നല്ല രീതിയിലുള്ള സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് ലഭിച്ചു. പക്ഷേ അപ്പോഴും അധികാരികൾ കണ്ണടച്ച് പാലുകുടിക്കുകയായിരുന്നു. നേരോടെ നിർഭയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത കണ്ടില്ല എന്ന് നടിച്ചിട്ട് പോലും സോഷ്യൽ മീഡിയ വളരെ ശക്തമായി കൺസിസ്റ്റൻ്റായി മുന്നിൽ നിന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ ഉണ്ടായത് എന്ന് നിസ്സംശയം പറയാം. സോഷ്യൽ മീഡിയയ്ക്ക് തികച്ചും ഒരു കയ്യടി നൽകേണ്ട അവസരം തന്നെയാണിത്. തലസ്ഥാന നഗരിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് ഇതിനകത്ത് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. ഹിയറിങ്ങിന് ഹാജരാകുന്നതിന് വേണ്ടി മുതുകാടിന് നോട്ടീസ് അയച്ചു എന്നതാണ് ഏറ്റവും ഒടുവിലായി അറിഞ്ഞ വിവരം. ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ അച്ഛനമ്മമാർക്കും നേരിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളടക്കം എന്തൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് ഒരു റിപ്പോർട്ടുമായി നടപടിയുമായി ഭിന്നശേഷി കമ്മീഷൻ വരുന്നു എന്നത് വളരെ ആശാവഹമായ കാര്യമാണ്. ഇനിയുള്ളത് സാമ്പത്തിക ക്രമക്കേടാണ്. അതൊരുപക്ഷെ എത്രത്തോളം അന്വേഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അന്വേഷിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ശക്തവും നീതിയുക്തവുമായ വിധികൾ കൊണ്ട് തൻ്റെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചിരുന്ന മുൻ ന്യായാധിപനായ ശ്രീ SH പഞ്ചാബകേശനാണ് ഭിന്നശേഷി വകുപ്പിൻ്റെ കമ്മീഷണർ എന്നത് കൂടുതൽ പ്രത്യാശയ്ക്ക് വക നൽകുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുന്ന മുറയ്ക്ക് വീണ്ടും വീഡിയോയുമായി വരാം. അതുവരെ നന്ദി, നമസ്കാരം.